നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താച്ചാല് ഒത്തിരി മുഖ്യമായത്, അതായത് പറഞ്ഞാല് ആപത്ത് സമയത്തിന് നമുക്ക് അത്യാവശ്യം ഹെൽപ്പാകുന്ന ഒന്ന്. ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, എന്നാൽ അത് ഭയങ്കര പവർഫുള്ളും നമുക്ക് അത് ഉപകാരമുള്ളതും. അവശ്യം നിങ്ങളിത് എന്താണെന്ന് അറിഞ്ഞോളുക. കാരണം ഈ വീഡിയോ കാണുന്നവർക്ക് ഇന്ന് കൂടെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടണേ എന്ന് കരുതി വീഡിയോ കാണുന്നവരും ഉണ്ടാകാം. ഡെഫിനറ്റ് ആയിട്ട് അത് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരുന്ന രീതിയിൽ തന്നെ ഇരിക്കും. എന്താണെന്നുള്ളത് മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഈ ഇൻഫർമേഷൻ എന്താച്ചാല്, പണം സംബന്ധപ്പെട്ട പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക്, അതല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉടനെ നടക്കണം, അങ്ങനെ നിങ്ങൾ കരുതിയാലും അത് പെട്ടെന്ന് നിറവേറി കിട്ടാനായിട്ട് എന്തെങ്കിലും ഒന്ന് ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഇരിക്കുന്നുണ്ട്. അത് എന്താന്ന് ചോദിച്ചാല് ഇതിനെ വെറ്റിലൈ പരിഹാരം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിൽ കരുതും, ആ വെറ്റില പരിഹാരമല്ലേ ഞങ്ങൾ ഒരുപാട് പല രീതിയിൽ പല മെത്തേഡായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാല് ഇത് വന്നിട്ട് കുറച്ച് വ്യത്യാസമായത്. നിറയെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും വെറ്റിലയിൽ വന്നിട്ട് പല വകയില് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം വെറ്റില വന്ന് നോക്കിയാല് ഒരു അതിശയമായത്, ആത്മീക രീതിയാ നോക്കിയാല് നല്ല പവർ കൊടുക്കக்கூடிய ശക്തിയുള്ളത്. വെറ്റില ആയാലും ശരി, തുളസി ആയാലും ശരി, ഇങ്ങനെയുള്ള ഇലവർഗങ്ങള് ഒരു മൂലിക വകയിൽ ചേർന്നത് അങ്ങനെ പറയും. സോ ഈ വകയിലുള്ള വെറ്റില മൂലികയെ നമ്മൾ ഉപയോഗപ്പെടുത്തി നമുക്ക് എന്തെല്ലാം നന്മകൾ ആ രീതിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാല്, പണം സംബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നമ്മൾ എന്ത് കാര്യം എടുത്താലും അതിന് കാര്യസിദ്ധി അടയുന്നതിന്, തടസ്സങ്ങളെയെല്ലാം ഉടച്ചെറിയുന്നതിന്, ഇങ്ങനെ പലതരത്തിലുള്ള വിജയങ്ങളെ കൊടുക്കും. ഗവൺമെന്റ് ജോലിയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്നവര്, ഒത്തിരി നാളെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, PSC എക്സാം, UPSC എക്സാം, അങ്ങനെയുള്ളവര്, നിങ്ങൾക്ക് ഇത് ധാരാളമായി വഴിപാട് ചെയ്യാവുന്നതാണ്. ഇത് എന്താ ചെയ്യേണ്ട വെച്ചാല്, ഒരേ ഒരു വെറ്റില എടുത്തോളുക, അതിന്റെ കാമ്പ് നിങ്ങൾ അടർത്തി മാറ്റിക്കോളുക. കാമ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ജവ്വാദ് എന്താന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ, നല്ല മണമുള്ള നല്ല സുഗന്ധം പരത്തുന്ന ഒരു വാസനാദ്രവ്യം. അത് പേസ്റ്റ് ആയിട്ടും പൊടിയായിട്ടും നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും, അങ്ങാടി പച്ചമരുന്ന് കടയിലും എല്ലാം കിട്ടും. ജവ്വാദ് വാങ്ങിച്ചോളുക. ജവ്വാദ് അല്ലെങ്കിൽ പുണുക് വാങ്ങിച്ചാലും മതി. കോവിലെല്ലാം യൂസ് ചെയ്യുന്നത്, അതായത് നല്ല വാസന കിട്ടാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പുണുക് അല്ലെങ്കിൽ ജവ്വാദ് രണ്ടിലേതോ ഒന്ന് നിങ്ങൾ വാങ്ങിച്ചോളുക. അത് വന്നിട്ട് പേസ്റ്റ് ആയാലും ശരി, പൊടിയായാലും ശരി, ഈ വെറ്റിലയിൽ വന്നിട്ട് നല്ല ലേസായിട്ട് അങ്ങ് തടവിക്കോളുക ഫുള്ളായിട്ടും. ഒത്തിരിയൊന്നും അധികം എടുത്ത് തടവരുത്, കുറച്ച് എടുത്ത് ഫുള്ളായിട്ട് അങ്ങ് തടവുക. ഇത് വന്നിട്ട് നല്ല വാസനയ്ക്കാകെ ഉപയോഗിക്കുന്നത്. ഒത്തിരി അങ്ങ് തടവിയാൽ അത് ഒരുമാതിരി ആയി പോവും. അതുകൊണ്ട് കുറച്ചെടുത്ത് തടവിക്കോളുക. ലേസ തടവിയല്ലോ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, ഒരു പേന എടുത്തോളുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് ഈ വെറ്റിലയിൽ വന്ന് എഴുതിക്കൊള്ളുക. അതായത് ഉദാഹരണത്തിന് പറഞ്ഞാല്, എനിക്കൊരു 2 നാളില് ഒരു 3 ലക്ഷം രൂപ പണം വേണം, അങ്ങനെ കരുതുന്നവരാണെങ്കിൽ നീഡ് 3 lakhs മണി എന്നത് നിങ്ങൾ അതിൽ എഴുതിക്കൊള്ളുക. എനിക്ക് പണം വന്നിട്ട് ഒരു 3 ലക്ഷം രൂപ 2 നാളുകൾക്കുള്ളിൽ വേണം, അത് നിങ്ങൾ വെറ്റിലയിൽ എഴുതിക്കൊള്ളുക. പിന്നെ വേറൊന്ന്, നിങ്ങൾക്ക് എന്താ ഇമ്മീഡിയറ്റ് നിങ്ങൾക്ക് ആവശ്യം, ആ ഒരു കാര്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ. 2, 3, 4 കാര്യങ്ങളൊന്നും എഴുതാൻ പാടില്ല. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് അർജൻസി ഉള്ള ഏതാണോ അത് ഒരേ ഒരു കാര്യം മാത്രം എഴുതിക്കൊള്ളുക. ഫസ്റ്റ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് നോക്കാം, ശരിയാ? ഇപ്പൊ പണമല്ല, ഇപ്പൊ നമുക്കൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ ജോലി എഴുതുക. എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ ആ വെറ്റിലയിൽ നന്നായിട്ട് എഴുതിക്കൊള്ളുക, ഒരേ ഒരു നീഡ്, ശരിയാ? എഴുതിയതിനു ശേഷം അത് നല്ല ഉരുട്ടിയോ അല്ലെങ്കിൽ മടച്ച് വീട്ടിൽ പൂജയറയിൽ വെച്ചോളുക. ഒരേ ഒരു വെറ്റില നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ കോവിലില്, ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടദൈവം വരാഹിയമ്മനാണെങ്കിൽ അമ്മനോടെ കോവിലിലോ കുലദൈവ കോവിലിലോ ഏത് ദൈവത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഓഡ് നമ്പേഴ്സിൽ, അതായത് ഒരു 27 എണ്ണം അല്ലെങ്കിൽ ഒരു 11 എണ്ണം അല്ലെങ്കിൽ 5, ഇത്രയും വെറ്റില വാങ്ങി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോവിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. പക്ഷെ ഒറ്റ ഓഡ് നമ്പേഴ്സിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിലും എല്ലാത്തിലും ഇങ്ങനെ ജവ്വാദ് പുരട്ടി നിങ്ങളുടെ ആവശ്യം എഴുതുക. എല്ലാത്തിലും ഒരേ ആവശ്യം എഴുതാൻ പാടുള്ളൂ. ഒന്നിലൊരു ആവശ്യം, അടുത്തതിൽ അടുത്ത ആവശ്യം, അങ്ങനെ എഴുതാൻ പാടില്ല. ഒരേ ആവശ്യം തന്നെ എല്ലാത്തിലും എഴുതി നിങ്ങൾ
കോവിലിൽ പോകുന്നവരാണെങ്കിൽ കോവിലിൽ ഒരു നൂല് കൊണ്ട് കെട്ടി ഒരു മാല മാതിരി കെട്ടി വെച്ചോളുക. അല്ലെങ്കിൽ മടിച്ചു വെച്ചാലും മതി, ഒന്നും പ്രശ്നമില്ല. വീട്ടിലാണെങ്കിൽ ഒന്നിന്റെ ആവശ്യമുള്ളൂ, ഒന്ന് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്താ ഒത്തിരി അധികം വെറ്റില കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്തോളുക. ബട്ട് ഓഡ് നമ്പേഴ്സിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ശരിയാ? ഇനി നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിക്കോളൂ. ഇത് വന്നിട്ട് കാര്യസിദ്ധി മന്ത്രം, അതായത് വെറ്റിലയ്ക്കുണ്ടാകുന്ന ഒരു കാര്യസിദ്ധി മന്ത്രം. വെറ്റില യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മന്ത്രവും കൂടെ ഉപയോഗിച്ചാൽ ഏത് വിഷയം നിങ്ങൾ നോക്കുന്നുവോ അത് നിങ്ങൾ വിജയത്തിലേക്ക് പോയി ചേരും. ശരിയാ? ഇതാണ് ആ മന്ത്രം. ശ്രീ റൂറായ റൂറായ ശക്തി. ശ്രീ റൂറായ റൂറായ ശക്തി. ശ്രീ റൂറായ റൂറായ ശക്തി. മനസ്സിലായല്ലോ? എന്താണ് ആ വെറ്റിലയിൽ എഴുതുന്നുവോ എന്നതിന് ശേഷം ഈ മന്ത്രം ചൊല്ലിക്കോളുക. അത് നിങ്ങൾക്ക് അങ്ങനെ നടന്നു കിട്ടും. അതിനാലെ ആപത്ത് കാലത്തിൽ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എമർജൻസി സിറ്റുവേഷൻ, ഉടനെ നിങ്ങൾക്ക് ഒരു 10,000 ഒരു ദിവസത്തിനുള്ളിൽ വേണം. ഉടനെ ഒരു വെറ്റില എടുത്തോളുക, കുറച്ച് ചൊവ്വാതോ പുണുകോ പുരട്ടുക. നിങ്ങൾ ആവശ്യം എഴുതുക എന്നതിന് ശേഷം ഈ മന്ത്രവും ചൊല്ലിക്കോളുക. ഇതിന് നേരവും കാലവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്വാമിപാദത്തിൽ നിങ്ങൾ വെച്ചോളുക. മനസ്സാല നിങ്ങൾ ഏത് ദൈവത്തിന്റെ മുന്നേ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. മുരുക ഭഗവാനോ ആഞ്ജനേയർക്കോ വരാഹിയമ്മനുക്കോ ശിവഭഗവാനോ ആര് വിചാരിച്ചു വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. കോവിലിലെ മാലയായിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തിട്ട് കെട്ടിയിടുന്നത് അതും ഒരു സിറപ്പാന വക. ഇല്ലെങ്കിൽ ഒരേ വെറ്റിലയിൽ തന്നെ നിങ്ങൾ കാര്യം ചെയ്ത് പൂജയറയിൽ വെച്ചോളുക. ഇത് ഒരേ ഒരു തവണയിൽ തന്നെ നിങ്ങൾക്ക് വിജയത്തെ കൊടുക്കും, വെற்றிയെ കൊടുക്കും. ഒരു ചില പേര് പറയുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ട് പറ്റുന്നില്ല. ഒരു ചില പേർക്ക് അങ്ങനെ കാര്യങ്ങൾ ഡിലേ ആകുന്നില്ല. നിങ്ങളിത് തുടർന്ന് ഫോളോ ചെയ്തോളുക. വീക്ക്ലി വൺസ്, അത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഏത് ദിവസം വെച്ചാലും നിങ്ങളുടെ ടൈമിങ്സ് നോക്കി നിങ്ങൾക്ക് പറ്റുന്ന ഒരു ദിവസം സെലക്ട് ചെയ്തെടുത്ത് ചെയ്തോളുക. വീക്ക്ലി വൺസ് ഒരു ദിവസം നിങ്ങൾ ഫിക്സ് ചെയ്തോളുക. നെക്സ്റ്റ് വീക്കിലും അതേ ദിവസം തന്നെ ചെയ്തോളുക. ചൊവ്വാഴ്ച നിങ്ങൾക്ക് മുരുക ഭഗവാന് ചെയ്യാവുന്നതാണ്. വെള്ളിയാഴ്ച നിങ്ങൾ അമ്മ വരാഹിയമ്മനിക്ക് ചെയ്യാവുന്നതാണ്. ശനിയാഴ്ച നിങ്ങൾക്ക് ആഞ്ജനേയർക്ക്, ഞായറാഴ്ച നിങ്ങൾക്ക് സൂര്യഭഗവാനെ കരുതി ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് ഈ വഴിപാട് നിങ്ങൾ തുടർന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അതും നിങ്ങൾക്ക് 1000% നിങ്ങൾക്ക് റിസൾട്ട് പോസിറ്റീവായിട്ട് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. ഇതെല്ലാം വന്നിട്ട് നല്ല സുലഭമായി ചെയ്യാൻ പറ്റുന്ന ഒരു മുറ. ഈ മുറ ചെയ്യാനായിട്ട് എന്തെങ്കിലും റൂൾസ് ഉണ്ടോ എന്ന് ചോദിച്ചാല്, നിങ്ങളിപ്പോ കോവിലിലാണ് പോയി ചെയ്ത് മാല കെട്ടി വയ്ക്കുകയാണെങ്കിൽ റൂൾസ് ഉണ്ട്, കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. സ്വാമി അറയിലോ ഇല്ലെങ്കിൽ കോവിലിലോ പോയി ചെയ്യുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോൺ വെജ് കഴിക്കാൻ പാടില്ല, പീരിയഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല. മറ്റുപടി നിങ്ങളിപ്പോ സാധാരണമായിട്ട് എഴുതി നിങ്ങൾക്ക് ഒരു അവസരത്തിന് ഇങ്ങനെ ഭയങ്കര എമർജൻസി ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് എനിക്ക് കോവിലൊന്നും പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ നോർമലി എഴുതിക്കൊള്ളുക. എഴുതിയതിന് ശേഷം അതെടുത്ത് ഷെൽഫിൽ വെച്ചോളുക, വീട്ടിലെ ഷെൽഫിൽ വെച്ചോളുക. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ബാഗിൽ വെക്കുക. നല്ലതായിട്ട് നടത്തി തരണേ എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്തോളുക. കാരണം ആ മന്ത്രത്തിന് വന്നിട്ട് അത്രയ്ക്കൊരു പവർ ഇരിക്കുന്നുണ്ട്. இந்த മന്ത്രവും ഈ വെറ്റിലയും എല്ലാം ചേർന്ന് എന്ത് ചെയ്യിച്ചാല് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് വന്ന് നമുക്ക് പോസിറ്റീവായിട്ട് അമയും. ഒത്തിരി എളിമയാർന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിഹാരമാണിത്. വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളുക. പല പല വകയിൽ നിങ്ങൾക്കിത് വിജയത്തെ കൊണ്ടുതരും. വെற்றி നിങ്ങളുടെ കൈക്കുള്ളിൽ എത്തുമെന്ന് അർത്ഥം. ഏതെങ്കിലും ഒരു മുഖ്യമായ കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് നോക്കിക്കോളുക. മാറ്റി വെക്കേണ്ട ആവശ്യമേ ഇല്ല. ടൈമിങ് ഓൾറെഡി ഞാൻ പറഞ്ഞു, അതൊരു മുഖ്യമായ കാര്യമല്ല, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ചില പേർക്ക് ഡൗട്ട് വരും, നമ്മൾ എഴുതി വെച്ച വെറ്റില വന്നിട്ട് അത് കാഞ്ഞു പോകില്ലേ എന്ന്. അത് എന്താ ചെയ്യണമെച്ചാല് നിങ്ങൾ തൂക്കിയൊന്നും വീശി കളയരുതേ, എടുത്ത് കളയരുതേ. സാമ്പ്രാണിക്ക് നിങ്ങൾ യൂസ് ചെയ്തോളുക, പുകയിട്ടോളുക. ശരിയാ? അതൊരു മൂലികയെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ. അതിനാല് അത് നന്നായിട്ട് ഉണക്കിയെടുത്ത് പൗഡർ ആക്കിയിട്ട് അത് സാമ്പ്രാണിക്ക് നിങ്ങൾ പുകയ്ക്കുമ്പോൾ യൂസ് ചെയ്തോളുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.